അപ്പോൾ ഇന്ന് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട കല്ലുമ്മക്കായ നിറച്ചതാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലുമ്മക്കായ, കുഞ്ഞു കല്ലുമ്മക്കായ കേട്ടോ, കുഞ്ഞു കല്ലുമ്മക്കായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് അതിൻ്റെ ഉള്ള പാമ്പനൊക്കെ എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് വേണ്ടിയിട്ടുള്ള നിറക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിലേക്ക് തേങ്ങയും പെരുംജീരകവും പട്ടയും ഗ്രാമ്പും കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ നമ്മൾ ആവശ്യമുള്ള അരിപ്പൊടിയും അതുപോലെ കുറച്ച് പുട്ടുപൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു തലതെരുപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ മസാല ചതച്ചെടുത്ത് ആ മസാലയും കൂട്ടത്തിലേക്ക് തേങ്ങയുടെ മസാല കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ കല്ലുമ്മക്കായയിലേക്ക് ഈ അരി നമ്മൾ നിറച്ച് കൊടുക്കുന്നത്. അപ്പം നല്ലതുപോലെ കുഴച്ചെടുക്കാം. എല്ലാവർക്കും അറിയുമായിരിക്കും, പക്ഷേ എൻ്റെതായ രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പോൾ അതിനുശേഷം കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കല്ലുമ്മക്കായ ഓരോന്നെടുത്തിട്ട് അതിലേക്ക് ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കല്ലുമ്മക്കായും ഇങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ ആവിച്ചെമ്പിൽ ഒരു അരമണിക്കൂറോളം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വേവിച്ചെടുത്ത ഇത് കുറച്ച് മുളക് പൊടിയും നമ്മൾ കല്ലുമ്മക്കായ മുറിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളവും കൂടി എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 2 വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത ഇതിലേക്ക് നമ്മുടെ കല്ലുമ്മക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെ ഞാനിതാ കല്ലുമ്മക്കായ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. നമ്മുടെ കുഞ്ഞി കല്ലുമ്മക്കായൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നിറക്കാനൊക്കെ പ്രയാസമാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ ചെറിയ കല്ലുമ്മക്കായ പൊരിച്ച് തിന്നാനൊക്കെ. അപ്പോൾ നോമ്പ് തുറക്കൊക്കെ നല്ലൊരു വിഭവമാണ് ഈ കല്ലുമ്മക്കായ. കൊച്ചു കുട്ടികൾക്ക് വരെ നല്ലൊരു ടേസ്റ്റുള്ളൊരു ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണമാണ് കല്ലുമ്മക്കായ. അപ്പോൾ ഇത് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കല്ലുമ്മക്കായ നിറച്ചതായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം തിന്നവർ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും കല്ലുമ്മക്കായ നിറച്ച് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം, ചെയ്യാത്തവർ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ പറയാണ്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പോരാത്ത എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുകയും ചെയ്യണം.